നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് രക്തബന്ധം മഹത്തരമാണെന്ന്. ഇവരൊരേ രക്തമല്ലേ അമ്മേ? നിത്യയുടെ മനസ്സിലും ഇവന്റെ മനസ്സിലും ഇത്രയും വലിയൊരു ദുഃഖം കിടക്കുമ്പോ അത് പരിഹരിക്കാതിരിക്കുന്നത് എങ്ങനെയാമ്മേ? ഇവരുടെ വഴക്ക് തീർക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നിത്യയെ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് നിത്യയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അത് അവളുടെ ആങ്ങളെ അവളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നി. അച്ഛാ, നിസ്സാര കാര്യങ്ങളുടെ പേരിലായിരിക്കും നിങ്ങൾ കാരണവന്മാർ തമ്മിൽ തല്ലിയത്. പക്ഷേ ഇവരുടെ പരസ്പര സ്നേഹം കണ്ടിട്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കണം. ഈ നിൽക്കുന്ന നിത്യയുടെ സഹോദരൻ എനിക്കും കൂടെ പുറപ്പാ. മോനെ, ചില നേരത്തെങ്കിലും നിന്റെ കാര്യപ്രാപ്തിയിൽ അച്ഛൻ സംശയിച്ചു പോയിട്ടുണ്ട് മോനെ. പക്ഷേ നിന്നേക്ക് നന്നായി ഇതുപോലെ വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. മോനെ, ഇതൊരു ദൈവത്തിന്റെ ഇടപെടലാ. അതിന് ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാ. നിത്യമോളെ, നീ കണ്ടോ അവന് നിന്നോടുള്ള സ്നേഹം? ഇതുകൊണ്ടാ ഇവന്റെ ഭാര്യയായി നിന്നെ തന്നെ വേണമെന്ന് അമ്മ വാശി പിടിച്ചത്. മോനെ, നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പലതും ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ക്ഷമിക്കണം. അങ്ങനെയൊന്നും പറയണ്ട മോളെ. അതെ സദാനന്ദേട്ടാ, വരുംകാലം വരുമോൻ ചെയ്തത് നല്ല കാര്യ. അനുജന്റെ മകനെ ചേട്ടനോട് ചേർത്ത് നിർത്തിയതും അതിലും വലിയ കാര്യം. പക്ഷേ ഇനിയെങ്കിലും ചടങ്ങ് നടന്നില്ലെങ്കിലേ മുഹൂർത്തം കഴിയും. അതിനെന്താ തടസ്സം? ചടങ്ങ് നടന്നോട്ടെ. സന്തോഷമായില്ലേ? ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന ദൈവം തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.